മുഖ്യമന്ത്രി പിണറായി വിജയന് മാനവും മര്യാദയും ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 മടക്കി അങ്ങ് പോക്കറ്റിലിടണം, പുറത്ത് കാണിക്കരുത്. കാരണം സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളെയും സുരക്ഷയെയും കുറിച്ച് പറയുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതിൽ ഊറ്റം കൊണ്ട് നിൽക്കുന്ന പിണറായിയും സംഘവും ചെയ്തിരിക്കുന്നത് ശുദ്ധ അസംബന്ധങ്ങളാണ് എന്നുള്ളത് പല ഉദാഹരണങ്ങളുമുണ്ട്. എങ്കിലും ആരും അധികം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്നലെ കൂത്താട്ടുകുളത്ത് നടന്നത് മര്യാദയില്ലാത്ത തോന്നിയാസമാണ്. സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ഒരു വനിതയെ പോലും CPM-ന്റെ സ്ത്രീ ഭ്രാന്തന്മാർ റോഡിലൂടെ നടക്കാൻ അനുവദിക്കുന്നില്ല എങ്കിൽ ഈ പണി മതിയാക്കി പോകണം. മാത്രമല്ല, തങ്ങളുടെ ഭരണത്തിന് കീഴിൽ ഒരു വനിതാ കമ്മീഷൻ ഉണ്ടല്ലോ, അവർക്ക് എന്താണ് ജോലി, കൂട്ടിക്കൊടുക്കലാണോ എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയത് കേട്ടില്ലേ? കാരണം റോഡരികിൽ നിൽക്കുന്ന പുരുഷന്മാർക്കെതിരെ കേസെടുത്തവർ ഒരു വനിതയെ പട്ടാപ്പകൾ തട്ടിക്കൊണ്ടുപോയവരെ കാണാഞ്ഞിട്ടാണോ അതോ ജനങ്ങൾ പറയുന്നത് പോലെ അത് ചെയ്തതാണോ? അവർ പിന്നീടാണ് അറിഞ്ഞത് എന്ന് വിചാരിക്കുക. എന്നാൽ പോലീസോ, പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിലെ പോലീസ് എന്താണ് ചെയ്തിരിക്കുന്നത്? സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടുന്ന പോലീസ് അവരെ CPM-കാർക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു. ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ഒരു ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ മാനവും മര്യാദയും ലവലേശമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ പണി മതിയാക്കി പിണറായി വിജയൻ ഗോപൻ സ്വാമി ചെയ്തതുപോലെ വല്ലതും ചെയ്യണം. ഈ CPM-കാരാണെങ്കിൽ അതിനേക്കാളും വിഡ്ഢികളാണ്. എറണാകുളം ജില്ലയിലാണ് ഈ കൂത്താട്ടുകുളം. അവിടെ DCC അധ്യക്ഷനാണെങ്കിൽ മുഹമ്മദ് ഷിയാസ് ആണ്. 100% പണിപാളും എന്നുറപ്പായിരുന്നു അവർക്ക് തന്നെ. വല്ല കാസർഗോട്ടും തിരുവനന്തപുരത്തുമുള്ള DCC അധ്യക്ഷന്മാരോടൊക്കെ പെരുമാറുന്നത് പോലെ എറണാകുളത്ത് കളിച്ചതിന് ശരിക്കും വിവരമറിയാൻ പോവുകയാണ് CPM-ന്റെ കൗൺസിലറെ CPM-കാർ തന്നെ പട്ടാപ്പകൾ തട്ടിക്കൊണ്ടുപോയതറിഞ്ഞ് ഷിയാസും കോൺഗ്രസ് പ്രവർത്തകരും അവരെ എത്തി പോലീസുകാർക്ക് വേണ്ടത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ തന്നെ കാണാം. ആഭ്യന്തര വകുപ്പിനെ ഒന്നടങ്കം ചൂണ്ടുവിരലിൽ കറക്കിയ ഷിയാസിന് മുന്നിൽ തോറ്റ പിണറായി വിജയൻ ഉളുപ്പുണ്ടെങ്കിൽ രാജി തന്നെ വെക്കണം. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് വ്യക്തമായി കണ്ടു നോക്കാം. ആളെ തട്ടിക്കൊണ്ടുപോയ ആളെ നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങളവിടെ പറഞ്ഞില്ലേ? നിങ്ങൾ ആർക്കും വേണ്ടി നിങ്ങൾ CPM ജില്ലാ സെക്രട്ടറി CPM നേതാക്കന്മാർ പറയണ കേട്ടിട്ടാണ് ഈ കാക്കിയിട്ടിരിക്കുന്നത്. ഈ സ്റ്റാർ പിന്നെ എന്തിനുള്ള ഈ സ്റ്റാർ
കൗൺസിലറെ കൊണ്ടുവരണം. ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുക. ഡ്രൈവറെ വണ്ടി അയാളെ ഓടിക്കുന്നത് അയാളെ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആ പണി ചെയ്യാൻ പറ്റില്ല എന്ന് പറ. സമാധാനമായ സംസാരിക്കാനാണ്